ഇന്ന് ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗെറ്റ് സെറ്റ് ബേബി. ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രത്തിന് പ്രതീക്ഷ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം കൂടുതലായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. മാർക്കോയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഉണ്ണി മുകുന്ദൻ സിനിമ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയല്ല. മാർക്കോയ്ക്ക് മുന്നേ ഷൂട്ടിംഗ് നടന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. എന്തായാലും സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വന്നതോടെ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ്. അപ്പോൾ കാത്തിരിക്കൂ ഗെറ്റ് സെറ്റ് ബേബിയുടെ കൂടുതൽ വാർത്തകൾക്ക്. ഇന്ന് 2 തമിഴ് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലൊരു സിനിമ പ്രദീപ് രംഗനാഥനൊപ്പം അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ അഭിനയിച്ച എന്റർടൈനർ സിനിമ കൂടെ ഡ്രാഗൺ എന്ന സിനിമയാണ്. ഇന്ന് റിലീസ് ചെയ്ത തമിഴ് സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ ഡ്രാഗൺ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി വളരെ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ രണ്ടാം പകുതിയിലെ രംഗങ്ങൾ ട്രെയിലറിൽ കാണിക്കാത്തതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ്. പക്ക എൻഗേജിംഗ് സിനിമയായിട്ട് ഡ്രാഗൺ മാറുന്നുവെന്ന് കൂടി അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഇന്നേ ദിവസം റിലീസായ സിനിമകളിൽ തന്നെ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ട് ഡ്രാഗൺ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ധനുഷ് സംവിധാനം ചെയ്ത നിലാവക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് എന്റർടൈനർ സിനിമ കൂടിയാണ് നീക്ക് എന്ന സിനിമ. ഇപ്പോഴത്തെ സിനിമയുടെ പ്രതികരണങ്ങളും പുറത്തു വരുമ്പോൾ നേരത്തെ നമ്മുടെ മറ്റു ചാനലിൽ അറിയിച്ചതുപോലെ തന്നെ സിമ്പിൾ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെങ്കിലും ധനുഷിന്റെ സംവിധാനവും ഒപ്പം തന്നെ സിനിമയുടെ ടെക്നിക്കൽ വശം കൊണ്ട് സിനിമ കണ്ടിരിക്കാവുന്ന ബോറടിയില്ലാതെ കാണാവുന്ന സിനിമയായിട്ട് മാറുന്നുവെന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയും മറ്റൊരു എന്റർടൈനർ സിനിമയാണ്. ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഈ സിനിമകളുടെ എല്ലാം തന്നെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക്.